പീഡനക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന എം വിൻസെന്റ് എംഎൽഎയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. നെയ്യാറ്റിൻകര 1ാം ക്ലാസ് മുൻസിഫ് മജിസ്ട്രേറ്റ് ആനി വർഗീസിന്റേതാണ് നടപടി. ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. ജാമ്യാപേക്ഷയുമായി ജില്ലാ സെഷൻസ് കോടതിയെ വിൻസെന്റ് എംഎൽഎ സമീപിക്കും. വിവരങ്ങളുമായി റഹീസ് റഷീദുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ്, ജാമ്യം തേടിയുള്ള എം വിൻസെന്റ് എംഎൽഎയുടെ ആവശ്യത്തെ ഏതു തരത്തിലാണ് പ്രോസിക്യൂഷൻ പ്രതിരോധിച്ചത്? എന്താണ് കോടതിയിൽ സംഭവിച്ചത്? വിശദാംശങ്ങൾ. നിതിൻ, 3 മണിയോടുകൂടി തന്നെ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിച്ചു. ജാമ്യാപേക്ഷയാണ് ആദ്യം പരിഗണിച്ചത്. ആദ്യം ജാമ്യാപേക്ഷയിന്മേൽ വിൻസെന്റിന്റെ അഭിഭാഷക സെലിനാണ് സംസാരിച്ചത്. അവർ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കൃത്യമായി പറഞ്ഞാൽ 138 തവണയാണ് വിൻസെന്റ് എംഎൽഎ പരാതിക്കാരിയായ വീട്ടമ്മയെ ഫോണിൽ വിളിച്ചിട്ടുള്ളൂ. 900 തവണ വിളിച്ചു എന്ന് അന്വേഷണ സംഘം പറയുന്നത് ശരിയായ കാര്യമല്ല. അതിന് ആവശ്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ 138 തവണ വിളിച്ചതിൽ വിൻസെന്റ് മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, വിൻസെന്റിന്റെ ഭാര്യയും വിൻസെന്റിന്റെ ഫോണിൽ നിന്ന് വീട്ടമ്മയെ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഉന്നയിച്ചത്. ഒപ്പം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യവും അവർ വിശദീകരിച്ചു. അതിനുശേഷം പ്രോസിക്യൂഷന് വേണ്ടി ഹേമ നായരാണ് സംസാരിച്ചത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സ്വന്തം വീട്ടിലേക്ക് പോലും കയറാനാവാത്ത അവസ്ഥയിലാണ് പരാതിക്കാരിയായ വീട്ടമ്മ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ജനപ്രതിനിധിയായ ഒരു പാർട്ടിയുടെ നേതാവായ എംഎൽഎക്ക് ജാമ്യം നൽകിയാൽ നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന വാദമാണ് അവർ ഉന്നയിച്ചത്. ഒപ്പം വീട്ടമ്മയുടെ ജീവന് ഭീഷണിയുണ്ട്. എംഎൽഎ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഇത് കോടതി അംഗീകരിച്ചു. കോടതി നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് തന്നെ എംഎൽഎ തിരിച്ചയച്ചു. ഇനി കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചപ്പോൾ 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ് ചെയ്തത്. തനിക്കെതിരായ പരാതി ഉന്നയിക്കുന്ന സ്ത്രീ മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ എം വിൻസെന്റ് എംഎൽഎ മുൻപ് നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് അവരെന്നും എം വിൻസെന്റ് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഉയർത്തിയ ന്യായീകരണങ്ങളിലൊന്നായിരുന്നു. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇന്നും കോടതിയിൽ ഉണ്ടായോ? എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? കോടതിയിൽ വിൻസെന്റിന്റെ അഭിഭാഷക പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായി ഈ പരാതിക്കാരിയായ വീട്ടമ്മ മാനസിക രോഗത്തിന് ചികിത്സയിലാണ്. ഈ വീട്ടമ്മയുടെ സഹോദരി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത്, ബാലരാമപുരം പള്ളിയിലെ വികാരിയോടും ഒരു കന്യാസ്ത്രീയോടും വീട്ടമ്മ പരാതി നൽകിയിരുന്നു. അവരുടെ ഇടപെടലിലാണ് കേസ് എടുത്തത് എന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെയല്ലെന്ന് വികാരിയുടെ മൊഴിയെടുത്താൽ മനസ്സിലാകും. വികാരിയോട് ചോദിച്ചാൽ തന്നെ മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന കാര്യവും വ്യക്തമാകും. ഒപ്പം ഈ സമീപ പ്രദേശത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ ഈ വീട്ടമ്മയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് വ്യക്തമാകും എന്നീ തരത്തിലുള്ള വാദങ്ങളായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം, വീട്ടമ്മയ്ക്ക് മാനസികമായ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതിന് തെളിവായി ഈ പരാതി നൽകിയതിനു ശേഷം ആദ്യം വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയത് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. അതിനുശേഷം നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ്, അതായത് ഈ കേസ് പരിഗണിച്ച കോടതിയിലെ മജിസ്ട്രേറ്റ് തന്നെയായ ആനി വർഗീസും മൊഴി രേഖപ്പെടുത്തി. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരും മൊഴി രേഖപ്പെടുത്തി. ഈ 3 മൊഴിയും ഒരേ സ്വഭാവത്തിലുള്ള മൊഴിയാണ് വീട്ടമ്മ നൽകിയത്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടമ്മയായിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം ഈ 3 വഴികളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസിക രോഗമാണ് എന്ന കാര്യം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടായിരുന്നു പ്രോസിക്യൂഷൻ എടുത്തത്. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ വലിയ തോതിലുള്ള ജനപിന്തുണയാണ് എം വിൻസെന്റ് എംഎൽഎക്ക് ബാലരാമപുരത്തും പരിസര പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇഘട്ടത്തിൽ കൂടുതൽ ജനങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ സാക്ഷികളെ അദ്ദേഹത്തിന് അനുകൂലമായി ചേർത്തുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ പ്രതിഭാഗത്തിനായില്ല എന്നൊരു വിമർശനമുണ്ടോ? ഇതിൽ പ്രധാനമായും 2 സാക്ഷികളെയാണ് കോടതി നേരിട്ട് വിസ്തരിച്ചത്. ഒന്ന്, ബാലരാമപുരം പള്ളിയിലെ
വികാരിയായ ഒരു ജോയി മത്യാസ് എന്ന പുരോഹിതനെയും അവിടുത്തെ ആ പള്ളിയിലെ തന്നെ ഒരു കന്യാസ്ത്രീയുമായിരുന്നു കോടതി ഇന്നലെ 2 മണിക്കൂറോളം നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിൽ ആദ്യം പോലീസിനോട് ഈ വികാരി അച്ഛനും കന്യാസ്ത്രീയും പറഞ്ഞ കാര്യങ്ങൾ വിൻസെന്റ് MLA എതിരായ ഒരു നിലപാടായിരുന്നു. പക്ഷേ ഇന്നലെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊരു നിലപാടായിരുന്നു കോടതിയിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ ആ 1ഉം 2ഉം സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റിയ കാര്യങ്ങളില്ല. അതല്ലെങ്കിൽ ഉടൻ ജാമ്യം നൽകാവുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കുള്ള വാദത്തിലേക്കായിരുന്നു പ്രതിഭാഗം പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ആദ്യം ഈ 1, 2 സാക്ഷികൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വീഡിയോയിലടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പ്രോസിക്യൂഷൻ ഹേമ കോടതിയിൽ പറഞ്ഞത്. ഇത് പീഡനക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന എം വിൻസെന്റ് MLA ജാമ്യം ഇല്ല എന്നത് തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. നെയ്യാറ്റിൻകര 3ാം ക്ലാസ് മുൻസിഫ് മജിസ്ട്രേറ്റ് ആണ് ജാമ്യം നിഷേധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത് തിരുവനന്തപുരത്ത്.